വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യേശുവും സമറിയാക്കാരിയും യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമറിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? യഹൂദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്നും നിന്നോടാവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്കു തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക. മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറൂസലേമിലാണ് എന്നു നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല,
അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. സദ്ഫലങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട ഒരു കണ്ടുമുട്ടൽ. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ തന്റെ പരസ്യ ജീവിതകാലത്ത് യേശു പല വ്യക്തികളെയും കണ്ടുമുട്ടാനിടവരികയും പല വ്യക്തികളും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നതായിട്ട് സുവിശേഷ വിവരണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ സുവിശേഷം സൽഫലങ്ങളാൽ സമ്പന്നമായ ഒരു കണ്ടുമുട്ടലിന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആ ദിവസങ്ങളിൽ യേശു യൂദയ പ്രദേശത്തായിരുന്നു വസിച്ചിരുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. യൂദായിൽ നിന്ന് താൻ താമസിച്ചിരുന്ന ഗലീലിയിലെ കഫർനാമിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നതിന് ഇടയിൽ കൂടെ യാത്ര ചെയ്യേണ്ട ഒരു ഗ്രാമമാണ് സമറിയ എന്ന് വിളിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ താമസിക്കാനിടവരുന്ന ആ ഗ്രാമം. സാധാരണ രീതിയിൽ ബഹുമാന്യരായ യഹൂദന്മാരാരും തന്നെ യാത്രയ്ക്കായി സമറിയ ഗ്രാമത്തിലേക്ക് കൂടെ കടക്കാറില്ല. അത് ബഹിഷ്കരിക്കാനാണ് അവർ തയ്യാറാകുക. കാരണം അവിടെ ജനങ്ങള് മുഖ്യധാരയിൽ പ്രവേശിക്കാൻ തക്കതായിട്ടുള്ള ആളുകളല്ല. അവർ സമൂഹത്തിൽ നിന്ന് പുറംപോക്കിൽ താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ചിന്തയാണ് അതിന് പ്രേരകം. യേശുവിന്റെ ചിന്തയനുസരിച്ച് ദൈവത്തിന്റെ മക്കള് അങ്ങനെ ചിലര് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും മറ്റു ചിലര് വര്യണ്യരുമായിട്ട് ഇല്ല എന്നും എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന പൊതുചിന്തയുടെ അടിസ്ഥാനത്തിൽ യേശു ബോധപൂർവം തന്നെ സമറിയ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നു. അന്നത്തെ യാത്രാ മാധ്യമം കാൽനടപ്പാണ് എന്ന് നാം മനസ്സിലാക്കണം. ദീർഘമായിട്ടുള്ളൊരു യാത്രയാണത്. ശിഷ്യന്മാരും കൂടെ ഉണ്ട്. നടന്ന് ക്ഷീണിതനായിട്ടുള്ള യേശു ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ള സിഖാർ പട്ടണം ആ ഗ്രാമത്തിലാണ് എന്ന് യേശുവിനറിയാം. ആ പട്ടണ പ്രദേശത്ത് ചെന്നപ്പോ തന്റെ വംശാവലിയിലുള്ള യാക്കോബിന്റെ പിതൃസ്വത്ത് എന്ന രീതിയിലുള്ള സ്ഥലമായിരുന്നു അത്. അതില് പ്രസിദ്ധമായിട്ടുള്ള കിണറ് യേശുവിന്റെ ദൃഷ്ടിയിൽ തൊട്ടു. അവിടെയുള്ള തണലിൽ അല്പം വിശ്രമിക്കാമെന്ന് യേശു കരുതി. അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരുക്കമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ശിഷ്യന്മാര് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അടുത്തുള്ള സിഖാർ പട്ടണത്തിലേക്ക് പോകുന്നു. ദൃക്സാക്ഷിയും കൂടിയായിട്ടുള്ള യോഹന്നാൻ അപ്പോ സമയം കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നു. 6 മണിക്കൂറായിരുന്നു എന്ന്. നമ്മുടെ സമയം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി സമയം. യേശു തനിച്ച് അവിടെ കിണറ്റിന്റെ അരികിൽ വിശ്രമിക്കുകയാണ്. ആ അവസരത്തിലാണ് ആ ഗ്രാമത്തിൽ വസിച്ചിരുന്ന ഒരു സ്ത്രീ വെള്ളം കോരുന്നതിന് വേണ്ടി ആ കിണറ്റിന്റെ അരികിലേക്ക് വരുന്നത്. ആ സ്ത്രീ ധാർമ്മികമായിട്ടുള്ള തന്റെ ജീവിതത്തിൽ വളരെ ഉന്നത തലത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിട്ടല്ല സുവിശേഷം ആ സ്ത്രീയെ അവതരിപ്പിക്കുന്നത്. ധാർമ്മികമായിട്ട് വളരെ അധപ്പതിച്ച ഒരു നിലയിൽ ജീവിതം നയിക്കാനിട വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് സമറിയക്കാരി സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ആ സ്ത്രീ വെള്ളം കോരുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ ക്ഷീണിതനായിട്ടുള്ള യേശു ആ സ്ത്രീയോട് അല്പം വെള്ളം ചോദിക്കുന്നു കുടിക്കാൻ. ചടുലമായ രീതിയിലുള്ള ആ സ്ത്രീയുടെ സംഭാഷണവും എന്നാൽ ആ ചടുലതയിൽ തന്നെ ഒളിച്ചു വച്ചിരിക്കുന്ന നിഷ്കളങ്കമായിട്ടുള്ള ആ തുറവിയും ഒക്കെ ആ സ്ത്രീയുടെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാം. വെള്ളം ചോദിച്ച യേശുവിന് വെള്ളം കൊടുക്കുന്നതിന് പകരം യേശുവിനെ അടിമുടി ഒന്ന് നോക്കി. ഒരു യഹൂദനാണ്, മാന്യനായിട്ടുള്ള ഒരു യഹൂദ എന്നാണ് തന്നോട് വെള്ളം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹൂദന്മാര് ഞങ്ങളോട് ബന്ധപ്പെടാത്ത ആളുകളാണ്, ഞങ്ങളോട് നീ വെള്ളം ചോദിക്കുന്നു എന്ന രീതിയിലാണ് ആ സ്ത്രീ വിസ്മയം പ്രകടിപ്പിക്കുന്നത്. യേശു വളരെ സരസമായ രീതിയിൽ തന്നെ എങ്കിലും അർത്ഥപൂർണമായ രീതിയിൽ തന്നെ സംഭാഷണം മുന്നോട്ട് പോകുന്നു.
യേശു അർത്ഥപൂർണമായിട്ടാണ് സംഭാഷിക്കുന്നത് എന്ന് ഒരിക്കലും യേശു ഉന്നമിക്കുന്ന അർത്ഥങ്ങളൊന്നും ആ സ്ത്രീക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും യേശുവിന്റെ സംസാരത്തിനോട് പ്രത്യക്ഷത്തിൽ ചടുലമായ രീതിയിൽ തന്നെ ആ സ്ത്രീ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംഭാഷണത്തിന് ഒരു വിഘാതവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. യേശു ആ സ്ത്രീയോട് പറയുന്നു, നിന്നോട് വെള്ളം ചോദിക്കുന്ന ഈ വ്യക്തി ആരാണെന്ന് നീ മനസ്സിലാക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നീ വെള്ളം തരിക എന്ന് തന്നെയല്ല, എന്നോട് നീ പലതും ആവശ്യപ്പെടുമായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം യേശു ആ സ്ത്രീയോട് പറയുന്നു, ആകട്ടെ, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. യേശു യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ പറഞ്ഞത്. ആ സ്ത്രീ അപ്പോൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല എന്ന്. യേശു ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ് എന്ന് സംബന്ധിച്ചുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 പുരുഷന്മാരുണ്ടായിരുന്നു, പക്ഷെ 5 പേരും യഥാർത്ഥത്തിൽ നിന്റെ ഭർത്താക്കന്മാരല്ല. ഇപ്പോൾ ഒരു മനുഷ്യനും നിന്റെ കൂടെ ഉണ്ട്, അവനും നിയാമികമായിട്ടുള്ള നിന്റെ ഭർത്താവല്ല എന്ന് നീ പറഞ്ഞത് വളരെ ശരിയാണ്. തന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തന്റെ മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ സംസാരം ശ്രദ്ധിച്ച സ്ത്രീ യഥാർത്ഥത്തിൽ സ്വയമായിട്ട് അവബോധത്തിലേക്ക് കടന്നു വരാൻ ആ സംഭാഷണം വഴിയൊരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ത്രീ ഉടനെ തന്നെ പറയുകയാണ്, പ്രഭു, തീർച്ചയായും അങ്ങ് ഒരു പ്രവാചകനാണ്. എന്റെ ജീവിതത്തിന്റെ ഉള്ളറകൾ മുഴുവൻ അങ്ങ് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. യേശു തുടർന്ന് ആ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് ആ സ്ത്രീയുടെ മനസ്സിന്റെ ചിന്താരീതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഭാഷണം മുന്നോട്ട് പോകുന്നു. പ്രാർത്ഥനയെ പറ്റിയുള്ള സംഭാഷണത്തിലേക്ക് കടക്കുന്നു. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് യേശു പറയുമ്പോൾ ആ സ്ത്രീക്ക് അത് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കാത്ത സ്ഥിതി. ആ സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കാനും അങ്ങനെ ദൈവത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനും വേണ്ടി ദൈവത്താൽ അയക്കപ്പെടുന്ന ക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്നും ആ ക്രിസ്തു വരുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നും ഉള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇത്രയും ആ സ്ത്രീ പറഞ്ഞപ്പോൾ യേശു ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് ആ സ്ത്രീയോട് പറയുന്നു, ഇത് നിന്നോട് സംസാരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് സാക്ഷാൽ ക്രിസ്തു. ഇതാണ് ആ സംഭാഷണത്തിന്റെ മാധുര്യവും അതിന്റെ തനിമയും അതിന്റെ വിവിധമായിട്ടുള്ള തലങ്ങളിൽ കൂടെ യേശു ആ വ്യക്തിയെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ആ വലിയ പ്രക്രിയയുടെ ആരംഭമാണ് ഈ സുവിശേഷ ഭാഗവത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം.